നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. 15 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ CPM നേതാവ് ഒളിവിൽ. ഉടൻ തന്നെ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മാള പോലീസിന് ചൈൽഡ് ലൈൻ നിർദ്ദേശം. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമല ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിന്റെ പെയിന്റ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. കനത്ത മഴയിൽ നാശം തുടരുന്നു. എടവിലങ്ങിൽ വീട് തകർന്നു. മാളവടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. വാർത്തകൾ വിശദമായി. 15 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ CPIM നേതാവ് ഒളിവിൽ. CPM പ്രാദേശിക നേതാവും മാള മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ വാർഡ് മെമ്പറും നിലവിൽ സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ PO ഷാജിയാണ് ഒളിവിൽ പോയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി പൂജാക്കടയിൽ നിന്നും 2000 രൂപ മോഷ്ടിച്ചു എന്ന് ആരോപണമുണ്ടായിരുന്നു. ഇത് തീർപ്പാക്കിത്തരാം എന്ന വ്യാജേന വിദ്യാർത്ഥിയെ സമീപിച്ച ഷാജി പണം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയായിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീർപ്പാക്കിത്തരാം എന്ന വ്യാജേന വിദ്യാർത്ഥിയെ സമീപിച്ച ഷാജി പണം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. CPIMലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മാളയിലെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പലരും പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പരാതിയില്ലാത്തതിനാൽ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന മറുപടി ലഭിച്ചെന്ന് പറയുന്നു. നാട്ടുകാരിൽ നിന്നും പരാതി ലഭിച്ച ചൈൽഡ് ലൈൻ ഉടൻ തന്നെ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മാള പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അതേസമയം കുറ്റം ചെയ്തത് ആരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPIM മാള ലോക്കൽ സെക്രട്ടറി സലിം പള്ളിമറ്റത്ത് പറഞ്ഞു. മീഡിയ ടൈം മാള. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമല ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിന്റെ പെയിന്റ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 8:30യോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. വലിയ തോതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ തീ പടരുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്കമാലി, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 5 കോടിയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. അതേസമയം ദേശീയപാതയിലെ ഗതാഗത തടസ്സമാണ് വാഹനങ്ങൾ എത്താൻ താമസിച്ചതെന്ന ആക്ഷേപമുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കനത്ത മഴയിൽ നാശം തുടരുകയാണ്. എടവിലങ്ങിൽ വീട് തകർന്നു. പാലക്കുളത്ത് കാതിക്കോടത്ത് ബാബുവിന്റെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ വടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. വടമ ചാത്തംകുടം വീട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്നലെ രാത്രി തെങ്ങ് വീണത്. സുരേഷിന്റെ ഭാര്യ രാജി ഡാൻസ് ക്ലാസ് നടത്തുന്നത് ഈ ഷീറ്റ് മേഞ്ഞ സ്ഥലത്താണ്. അടുത്ത പറമ്പിലെ തെങ്ങാണ് കനത്ത മഴയിലും കാറ്റിലും വീണത്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആല കല്ലുംപുറത്ത് സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതിയായ ജലധാര 2 പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രദേശത്ത് താമസിക്കുന്ന 46 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ദേശീയപാതയോട് ചേർന്ന് 3 ബോർവെൽ താഴ്ത്തി പ്രത്യേകം മോട്ടോർ സ്ഥാപിച്ച് 500 മീറ്ററിലധികം നീളത്തിൽ പൈപ്പ് സ്ഥാപിച്ച് 23 അടി ഉയരത്തിൽ പ്രത്യേകം സ്ഥാപിച്ച 5000 ലിറ്റർ കൊള്ളുന്ന സംഭരണിയിൽ വെള്ളം ശേഖരിക്കും. ഇവിടെ നിന്ന് 1850 മീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. 24 മണിക്കൂറും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മോട്ടോറും ഇതോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുണ്ട്. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ബിന്ദു സുദർശനൻ അധ്യക്ഷയായി. MS രാധാകൃഷ്ണൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, അസീസ് കാട്ടകത്ത്, പ്രൊഫസർ KA സിറാജുദ്ദീൻ, AD സുദർശനൻ, ദിനിൽ മാധവ്, KK ഘോഷ് എന്നിവർ സംസാരിച്ചു. CP ട്രസ്റ്റ് അങ്ങ് ഏറ്റവും നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായ കർണാടക ബോർഡറിലായ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വരെ ഇതുമാതിരിയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. എന്തായാലും സർവശക്തന്റെ അനുഗ്രഹം ഇവിടെ ഇടപെടാനും ഇത് സാക്ഷാത്കരിക്കാനും സാധിച്ചതിൽ ഇവിടുത്തെ അംഗങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ രാധാകൃഷ്ണനും ഘോഷും ഇതിന്റെ സിറാജൊക്കെ അടക്കമുള്ള എല്ലാവരും അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ 11-ാം വാർഡിൽ വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെയും നനദുർഗ കളരിയുടെയും ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ വിനീത ടിങ്കു,
അധ്യക്ഷത വഹിച്ചു. എറിയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപിക TK ഗീത, ഷൈല സുധാകരൻ, മീര രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നമുക്ക് മുൻപ് അറിയാം, അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാപ്രതിഭകളെ സൃഷ്ടിച്ചുള്ള ഒരു രാജ്യത്തിൻ്റെ അഭിമാനവാദനങ്ങളായിട്ടുള്ള തുടർച്ചയാണ് എൻ്റെ മുമ്പിൽ. ആ പിന്തുണച്ചക്കാർക്ക് ഒട്ടേറെ ലക്ഷ്യ പൂർത്തീകരണത്തിന് ആഗ്രഹങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ ആവിഷ്കരിക്കാനുള്ള ആദ്യഘട്ടമാണ് നമ്മുടെ പുസ്തകങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വരുന്ന മാർക്കുകൾ. ആ മാർക്കുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കയറാൻ, അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാര്യമാണ്. പക്ഷേ മികവാർന്ന മാർക്ക് വഴിയുണ്ടാവും, റാങ്ക് മേടിച്ചവരുണ്ടാവും, നേരത്തെ സൂചിപ്പിച്ചത് A+കാരുണ്ടാവും, A+കാരേക്കാൾ താഴെയുണ്ട്. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CITUC ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും തൊഴിലിലുമെല്ലാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അധ്യാപകർക്ക് നിരന്തരം പഠിച്ചേ മതിയാകും. കാരണം തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അക്കാദമിക് തലത്തിൽ, ഇപ്പോഴാണെങ്കിൽ ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമെല്ലാം പുതുതായി പഠിച്ചെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ഒരു വിഭാഗം, ആ വിഭാഗത്തിനെ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് KSTA. കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് ON ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ്, ട്രഷറർ റിയാസ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ PC സിജി, തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, PC സിംല, അജിത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 15 വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിൽ CPM നേതാവ് ഒളിവിൽ. ഉടൻ തന്നെ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മാള പോലീസിന് ചൈൽഡ് ലൈൻ നിർദ്ദേശം. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ആനമല ജംഗ്ഷനിൽ ഊക്കൻസ് കെട്ടിട സമുച്ചയത്തിന്റെ പെയിന്റ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. കനത്ത മഴയിൽ നാശം തുടരുന്നു. എടവിലങ്ങിൽ വീട് തകർന്നു. മാളാവടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.